സെന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ ജനാഭിമുഖ കുർബാന പുനരാരംഭിച്ചു. പള്ളിയിലെ ഇരുവിഭാഗക്കാർ തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കുർബാന നിർത്തിവെക്കുകയായിരുന്നു. ഒരു വിഭാഗം വിശ്വാസികളുടെ ഉപവാസ സമരത്തിനും ചർച്ചയ്ക്കുമൊടുവിലാണ് ജനാഭിമുഖ കുർബാന പുനരാരംഭിച്ചത്. സഭ നിർദ്ദേശിക്കുന്ന കുർബാന പള്ളിയിൽ അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മറുവിഭാഗം പറവൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. സെന്റ് തോമസ് കോട്ടക്കാവ് ഫെറോന പള്ളിയിൽ കുർബാന സംബന്ധിച്ച് തർക്കമുണ്ടായതിനാൽ രണ്ടാഴ്ചയായി പള്ളിയിൽ പൊതുകുർബാന ഒഴിവാക്കിയിട്ട് ഇടവകയിലെ ഒരു വിഭാഗം ജനങ്ങളെത്തി ജനാഭിമുഖ കുർബാന അർപ്പിക്കണമെന്ന് വികാരി ഫാദർ ഡോക്ടർ ജോസ് പുതിയടത്തിനോട് ആവശ്യപ്പെട്ടു. ഈ പ്രശ്നം പരിഹരിക്കാതെ പൊതുകുർബാന ചൊല്ലില്ലെന്ന് വൈദികൻ നിലപാടെടുത്തതോടെ ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവരും ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരും പള്ളിയിലെത്തി തമ്മിൽ തർക്കമായി. തുടർന്ന് പോലീസ് സന്നാഹം സ്ഥലത്തെത്തുകയായിരുന്നു. മേടയിലേക്ക് പോകാനൊരുങ്ങിയ വൈദികനെ ജനാഭിമുഖ കുർബാന അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ഇടവകക്കാർ തടഞ്ഞു. ഇതേ തുടർന്ന് പോലീസ് സംരക്ഷണത്തോടെ ജനാഭിമുഖ കുർബാന പുനരാരംഭിക്കുകയായിരുന്നു. സഭ നിർദ്ദേശിക്കുന്ന കുർബാന പള്ളിയിൽ അർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മറുവിഭാഗം പറവൂർ മുനിസിപ്പൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പറവൂർ. ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ്. 250 മില്ലി മുതലുള്ള കുട്ടിവളകൾ, 1.5 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, 2 ഗ്രാം മുതലുള്ള വലിയ വളകൾ. അലീന ഗോൾഡൻ ഡയമണ്ട്സ്.